ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ ഞാനും തനുമോളും കൂടി ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നാളെ ശിവരാത്രിയാണ്. അപ്പോൾ തനുമോൾക്ക് ഡാൻസ് ക്ലാസ് ഒന്നും ഇല്ല. 2 ദിവസം സാറ് ലീവ് വന്നിരിക്കുകയാണ് കേട്ടോ. സാറിന് ഓരോ പ്രോഗ്രാംസൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ്. അങ്ങനെ രാനാട്ടരയ്ക്ക് ഞങ്ങൾക്ക് നേരിട്ട് ഓട്ടോറിക്ഷ ഇട്ടിട്ടോ. തനുമോൾക്ക് ഈ ബസ്സിന് പോകണമെന്നും ഇഷ്ടമല്ല കേട്ടോ. അമ്മ ഒന്നെങ്കിൽ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ബൈക്ക്, അതാണ് പറ്റുക. ബസ്സിന് പോകുമ്പോൾ ഞങ്ങൾ ഛർദ്ദിക്കുന്ന കേട്ടോ തനുമോൾ പറയും. അങ്ങനെ ഞങ്ങൾ രാമനാട്ടര എത്തി. രാമനാട്ടരയിൽ നിന്ന് 1-2 സാധനങ്ങൾ വാങ്ങാണ്ടായി കേട്ടോ. ഒന്ന് വാലൻറ്റൈൻസ് ഡേ ആണല്ലോ, പറയാൻ മറന്നു കേട്ടോ. അപ്പോൾ ഏട്ടനൊരു ടോപ്പൊക്കെ വാങ്ങാൻ പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ ടോപ്പ് വാങ്ങി, എന്താ ഇഷ്ടമുള്ളത് വാങ്ങാൻ പറഞ്ഞപ്പോൾ ഞാനൊരു ടോപ്പൊക്കെ പോയി വാങ്ങിച്ചു. തനുമോൾക്ക് ഒരു ടോപ്പ് എടുത്തിട്ടോ. അത് കാണിക്കാൻ ഞാൻ മറന്നുപോയേ, വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ സ്റ്റാൻഡിലേക്ക് നടന്ന് പോവുകയാണ്. അപ്പോൾ റോസാപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ. വാലൻറ്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഒന്നും വാങ്ങിച്ചിട്ടില്ലോ, കൊടുക്കാൻ ഏട്ടൻ ഇവിടെ ഇല്ല, അതുകൊണ്ട് പിന്നെ വാങ്ങിയിട്ടില്ലേ. അങ്ങനെ പിന്നെ ഞങ്ങൾ സ്റ്റാൻഡിലേക്ക് നടന്ന് ഫറോക്കിലേക്ക് ബസ് കിട്ടി. ഞങ്ങൾക്ക് ബസ് കയറിയപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് സീറ്റിലിരുന്നുകൊണ്ട് നല്ലൊരു എന്താ പറയുക ഉത്സാഹമൊക്കെ ഉണ്ട്, കാഴ്ചകൾ കാണുന്നതായിരിക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫറോക്ക് എത്തി. ഫറോക്കിൽ നിന്ന് വീണ്ടും മണ്ണൂർ വളവിലേക്ക് ബസ് കയറി കേട്ടോ. അപ്പോൾ കാലി ബസ് ഇനി അവിടെയും നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിലൊക്കെ വന്നിരുന്ന് ഞാനൊക്കെ അങ്ങനെ നോക്കിട്ടോ. അപ്പോൾ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ പറയുന്നത് ബില്ലടിക്കുന്ന സാധനമാണ്, കണ്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ മണ്ണൂർ വളവെത്തി. അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ തനുമോളോട് എന്താ വേണ്ടത് വെച്ചപ്പോൾ ഓക്ക് വാട്ടർ മെലനാണ് ഇഷ്ടം. അങ്ങനെ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ നിന്നു. പിന്നെ ബേക്കറിക്ക് പോയി. അപ്പോൾ തനുമോൾ ലേസ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുന്ന നിർത്താണത്. ആദ്യം നല്ല എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ അത് ഇതെന്നൊക്കെ പറഞ്ഞു, പിന്നെ എന്തോ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനത് വാങ്ങിക്കൊടുത്തില്ല കേട്ടോ. ലേസ് അങ്ങനെ ഞാൻ വാങ്ങിക്കൊടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു ഇതിൽ ഏതെങ്കിലും ഒരു മിഠായി എടുത്തു പറഞ്ഞപ്പോൾ ആൾക്ക് വേണ്ട. പിന്നെ അങ്ങനെ ഐസ്ക്രീം മതി പറഞ്ഞു. ഞാൻ പറഞ്ഞ ഐസ്ക്രീം ഒന്നും നോക്കു പറ്റില്ലേ, ഓൾ ഏതോ ഒരു ഐസ്ക്രീം എടുത്ത് കൈ പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ പിന്നെ വീട്ടിലെത്തിയപ്പോൾ നല്ല പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുടിച്ചു. പിന്നെ അമ്മ നെയ്യപ്പം ചുറ്റണം. അപ്പോൾ അത് ഒരെണ്ണെടുത്ത് തിന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറുണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.